വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പ്രോഡക്ട്സും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ. ഏവർക്കും VM സൂപ്പർ വാല്യൂവിന്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ. ചേലക്കര പങ്ങാരപ്പള്ളി മഹല്ല് യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറയും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി റിലീഫ് കിറ്റ് വിതരണവും നടന്നു. പുലാക്കോട് പങ്ങാരപ്പള്ളി മഹല്ല് യുവജന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് തോട്ടുപാലം ജുമാ മസ്ജിദ് അങ്കണത്തിൽ വെച്ച് സമൂഹ നോമ്പുതുറയും ഇഫ്താർ സംഗമവും റിലീഫ് കിറ്റ് വിതരണവും സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം മഹല്ല് അസിസ്റ്റന്റ് ഖത്തീബ് മുബഷീർ ഹാഷിമി നിർവഹിച്ചു. കൂട്ടായ്മയുടെ ഖജാൻജി PS ഹംസ ആദ്യ റിലീഫ് കിറ്റ് ഏറ്റുവാങ്ങി. മഹൽ അംഗവും വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ H ഷലീൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞൊരു വർഷക്കാലം കൊണ്ട് സാധാരണ ഏത് കൂട്ടായ്മകളാണെങ്കിലും റെസീറ്റ് അടിച്ച് ബുക്ക് വെച്ച് ഒക്കെ പിരിച്ചു വേണം നമുക്ക് ഏതൊരു പരിപാടി നടത്താൻ. നമുക്കൊക്കെ വ്യക്തിപരമായി കയ്യിൽ നിന്ന് പൈസ എടുത്ത് ചെയ്തതിനൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷെ ആ പരിധിയെ തരണം ചെയ്തുകൊണ്ടാണ് ഈ കൂട്ടായ്മ ഒരു പക്ഷെ മുന്നോട്ട് പോയിട്ടുള്ളത്. ഡിഗ്രി പഠനം പൂർത്തീകരിച്ച അന്ധയായ ഒരു യുവാവിന് അവൻ്റെ കേൾവി കേൾവിയുമായി ബന്ധപ്പെട്ട ഒരു ഉപകരണം വാങ്ങാൻ 40,000 രൂപ കൊടുത്തത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു മരംവെട്ടുമായി ബന്ധപ്പെട്ട് ഒരു അപകടം സംഭവിച്ചൊരു യുവാവിനും പണം നൽകിയതുമൊക്കെ ഈ പറയുന്ന കൂട്ടായ്മയുടെയും കണ്ടറിഞ്ഞ് സഹായിച്ച കുറച്ച് പ്രവാസികളുടെയും ഒക്കെ ഒത്തൊരുമയുടെ ഭാഗമായിക്കൊണ്ട് ഇന്നല്ലെങ്കിൽ ഞാനും നിങ്ങളും ഒക്കെ എത്തിപ്പെടേണ്ട തൊട്ടുപിറകിലുള്ള പള്ളിക്കാട്. ആ പള്ളിക്കാട്ടിലൊരു 2 ലക്ഷം രൂപ ചെലവഴിച്ച് പുതിയൊരു കെട്ടിടം പണിതും ഈ കാലഘട്ടങ്ങളിൽ. അപ്പോൾ ഒരു കൂട്ടായ്മ ഒരു ബിരിയാണി ഫെസ്റ്റ് നടത്തി ഈ മഹല്ലിന് കീഴിലുള്ള പ്രവാസികളുടെ അല്ലെങ്കിൽ സ്വമേധയ തയ്യാറായി വരുന്ന ഒരുപാട് ആളുകളുടെ ഒക്കെ ഒത്തൊരുമയെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്നും കൂടി ഈ മഹല്ലിന് കീഴിൽ തെളിയിച്ചൊരു വർഷമാണ്. യുവജന കൂട്ടായ്മ സെക്രട്ടറി MA അബ്ദുൾ റഹ്മാൻ, E വേണുഗോപാല മേനോൻ, സന്തോഷ് ചെറിയാൻ, ഉണ്ണികൃഷ്ണൻ, മുരുകേശൻ, KP ഷാജി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. കാളേറോഡ് കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാജേഷ് ഖാൻ, ഖജാൻജി മണിക്ക, NSA കാസിം ഹാജി, മുഹമ്മദ് കുട്ടി, ശിഹാബ്, മോനു, ബഷീർ, മൊയ്തീൻകുട്ടി തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മഹലിലെ മുൻ കമ്മിറ്റിക്കാരായ കാരണവന്മാരെയും ഉന്നത വിദ്യാഭ്യാസം കൈവരിച്ചവരെയും പുലാക്കോട് പങ്ങാരപ്പള്ളി കൂട്ടായ്മയുടെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പ്രവർത്തകരെയും ചടങ്ങിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു. മഹല്ല് യുവജന കൂട്ടായ്മയുടെ അംഗങ്ങളായ മുഹമ്മദ് കോയ, അബ്ദുൾ റഷീദ്, സവാദ്, ഷംസുദ്ദീൻ, സുലൈമാൻ, ഷഫീഖ്, അസീസ് മാളിയേക്കൽ, ഷക്കീർ എന്നിവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന 120 കുടുംബങ്ങൾക്കുള്ള ഇഫ്താർ കിറ്റ് വിതരണം വരും ദിവസങ്ങളിൽ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. റൈറ്റ് ന്യൂസ് ചേലക്കര.